പ്രിയ സഹോദരങ്ങളെ, ഡോക്ടർ മാർ തോമസ് കൂറിലോസ് നമ്മൾ ഈ വേദിയിൽ എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തെ നമ്മുടെ ഈ പരിപാടിയിലേക്ക് ഞാൻ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് കുവൈറ്റ് ചർച്ചിൻ്റെ വികാരി ജനറലായ ഫാദർ മാത്യുവിനെയും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അടുത്ത സ്വാഗതം ചെയ്യാനുള്ള റവറൻ ഫാദർ ജോർജ് കോട്ടപ്പുറം, അദ്ദേഹത്തെയും നമ്മുടെ ഈ വിരുന്നിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി സ്വാഗതം ചെയ്യാനുള്ളത് ഫാദർ ജോസ് പല്ലാട്ടി, അദ്ദേഹത്തെയും ഇന്നത്തെ നമ്മുടെ ഈ സന്ധ്യയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ക്രൈസ്തവ ആധ്യാത്മികതയിൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവപുത്രനായ യേശുവിന് ജന്മം നൽകിയ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ പിറവിത്തിരുന്നാളായ സെപ്റ്റംബർ 8 8 നോയമ്പ് നമ്മോടൊപ്പം ആഘോഷിക്കുവാൻ ഹ്രസ്വ സന്ദർശനാർത്ഥം കുവൈറ്റിലെത്തുകയും സമയക്കുറവിലും നമ്മുടെ ഈ ഓണാഘോഷ പരിപാടിയിൽ അല്പസമയം നമ്മോടൊപ്പം ചെലവഴിക്കുവാൻ ഇവിടെ എത്തിച്ചേർന്ന മലങ്കര കത്തോലിക്ക സഭയുടെ തിരുവല്ല അതിരൂപത അധ്യക്ഷൻ ഡോക്ടർ തോമസ് മാർ കുറിലോസ് തിരുമേനിയെ അനുഗ്രഹ പ്രഭാഷണത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു. ഈ യോഗത്തിൻ്റെ ആദരണീയനായ അധ്യക്ഷൻ ശ്രീ മാത്തച്ചൻ, ഓണറബിൾ അംബാസിഡർ ഓഫ് ഇന്ത്യ ഹിസ് എക്സലൻസി അജയ് മൽഹോത്ര, ആദരണീയനായ വികാരി ജനറൽ മാത്യു അച്ഛൻ, പ്രിയപ്പെട്ട ജോർജ് അച്ഛൻ, ജോസഫ് അച്ഛൻ, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന പ്രിയപ്പെട്ട കേരള ക്നാനായ കാത്തലിക് അസോസിയേഷൻ്റെ ഭാരവാഹികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുദീർഘമായ ഒരു കാത്തിരിപ്പിന് ശേഷമാണ് നിങ്ങൾക്ക് ഞങ്ങളെ കാണാനിടയായത് എന്നുള്ളതിൽ ഞങ്ങൾ ദുഃഖിക്കുന്നു. ധാരാളം പരിപാടികളുടെ ഇടയിൽ ഇങ്ങനെ ഈ ഓണം ആഘോഷിക്കുന്ന ഈ ദിവസത്തിൽ നിങ്ങളോടൊപ്പം സന്തോഷിക്കുവാൻ തീർച്ചയായിട്ടും വലിയ ആനന്ദമാണ്. സത്യത്തിൽ ഞാൻ ഓണത്തിന് നാട്ടിലില്ലാഞ്ഞതുകൊണ്ട് ഇവിടെ നിങ്ങളോടൊപ്പമെങ്കിലും ഓണം ആഘോഷിക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് വലിയ സന്തോഷമാണ്. ഞാൻ ഓണത്തിൻ്റെ ദിവസങ്ങളിൽ സ്വിറ്റ്സർലൻഡിലായിരുന്നു. പ്രത്യേകിച്ചും നമുക്കറിയാം, ഓണം എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസമല്ല, ഒരനുഭൂതിയാണ്. ഓണം എന്നുള്ളത് മലയാളികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നന്മയുടെ ഓർമ്മയാണ്. ഓണം എന്നുള്ളത് മലയാളികളുടെ നിറഞ്ഞ ഒരു സ്വപ്നമാണ്. ഒരുപക്ഷെങ്കിൽ ഏത് രാജ്യത്തിനും ഏത് നാടിനും സ്വപ്നം കാണാൻ സാധിക്കേണ്ടതായ ഒന്ന് തന്നെയാണ് ഈ ഓണത്തെക്കുറിച്ചുള്ള കേരളീയരുടെ സങ്കല്പം. കള്ളവും ചതിവും ഇല്ലാത്ത നാട്, സത്യം മാത്രം പറയുന്ന നാട്, വഞ്ചനയില്ലാത്ത നാട്, സ്നേഹത്തിൽ കഴിയുന്ന നാട്, ഇത് തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു അനുഭവം തന്നെയാണ്. നമ്മുടെ ഈ നാട് ഇങ്ങനെ ആയിത്തീരുവാൻ നമുക്ക് ഓരോരുത്തർക്കും ആഗ്രഹിക്കാം. അതിനുവേണ്ടി നമ്മളെ തന്നെ സമർപ്പിക്കാം. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളെ ഇവിടെ വന്ന് കാണുന്നതിന് സാധിച്ചതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ജ്ഞാനായ സമുദായവുമായിട്ട് എനിക്ക് അഭേദ്യമായ ബന്ധമാണുള്ളത്. നിങ്ങൾ ഒരുപക്ഷെങ്കിൽ ആദരണീയനായ ദിയസ്കോറസ്, ഭാഗ്യസ്മരണാർഹനായ ദിയസ്കോറസ് മെത്രാപ്പൊലീത്ത തിരുമേനിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമായിരിക്കും. ഒറ്റത്തൈക്കിൽ കുടുംബാംഗമായ ചിങ്ങവനത്തെ ആദരണീയനായ ഈ തിരുമേനി കത്തോലിക്ക സഭയിലേക്ക് പുനരയിക്കപ്പെടുകയും അദ്ദേഹം ഇന്ന് തിരുമൂലപുരം എന്ന സ്ഥലത്ത് കബറടങ്ങി വിശ്വാസികൾക്ക് പ്രത്യാശയുടെയും സന്തോഷത്തിൻ്റെയും അനുഭവമാകുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. മറ്റൊരു കാര്യം, ക്നാനായ സമുദായത്തിലെ അഭിമന്യനായ കുന്നശ്ശേരി തിരുമേനിയാണ് എനിക്ക് പട്ടം നൽകിയതിൽ ഒരു ശ്രേഷ്ഠ ആചാര്യൻ. അപ്പോൾ നമ്മളുടെ പട്ടംകൊടിയിൽ 3 പിതാക്കന്മാർ സന്നിഹിതരാവണം. അപ്പോൾ അതിലൊന്ന് ക്നാനായ സമുദായത്തിൽ നിന്നായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അപ്പോൾ
തീർച്ചയായിട്ടും ഞാൻ വളർന്നു വന്നത് ഒരു ജ്ഞാനനായ പശ്ചാത്തലത്തിലാണ്. 5ാം ക്ലാസ് വരെ ഞാൻ പഠിച്ചത് ഭാഗ്യസ്മരണാർഹനായ ക്ലിമീസ് തിരുമേനിയുടെ ഒരു സ്കൂളിലാണ്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ എനിക്ക് നിങ്ങളുടെ ഇടയിൽ വന്ന് നിങ്ങളോടൊപ്പം കുടുംബാംഗം എന്ന പോലെ ഓണം ആഘോഷിക്കാൻ കഴിയുന്നതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. മക്കളെ, നിങ്ങൾക്കെല്ലാ അനുഗ്രഹങ്ങളും. ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചതിൻ്റെ തോതനുസരിച്ച് നിങ്ങൾ മറ്റുള്ളവരെയും അനുഗ്രഹിക്കുക. നമ്മുടെ നാട്ടിലെ എല്ലാ പിതാക്കന്മാരുടെയും, പ്രത്യേകിച്ചും അഭിനന്ദനായ മൂലക്കാട്ട് പിതാവിൻ്റെയും സ്നേഹധനനായ ജോസഫ് പിതാവിൻ്റെയും പ്രത്യേകമായ അനുഗ്രഹാശിസ്സുകൾ നിങ്ങൾക്കേവർക്കുമായിട്ട് ഞാൻ നേരുന്നു. ഈ ഓണാഘോഷത്തിന് എല്ലാ മംഗളങ്ങളും, പ്രത്യേകിച്ചും ഇതിലേക്ക് എന്നെ ക്ഷണിച്ച ആദരണീയനായ മത്തുച്ചനോടുള്ള എൻ്റെ പ്രത്യേകമായ നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുങ്ങുന്നു. എല്ലാവർക്കും ഹൃദ്യമായ ഹാപ്പി ഓണം. ഡോക്ടർ തോമസ് മാർ കുറിയിലോസ് തിരുമേനിക്ക് KKCA വകയായ ഒരു മൊമെൻറ്റോ നൽകി ആദരിക്കുകയാണ്. അതിനായി ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ശ്രീ മത്തച്ചൻ കപ്പുകാലായെ ക്ഷണിക്കുകയാണ്. Presented to His Excellency Most Reverend Dr. Thomas Mar Kurilos, Metropolitan Archbishop of Tiruvalla, in fond remembrance of his pastoral visit to Kuwait, with prayerful wishes for success of all his endeavors for the glory of our loving God. Kuwait Kenaya Cultural Association, 2009. അടുത്ത് KMRന്റെ പ്രതിനിധി ജോർജ് തോമസിനെ സ്വാഗതം ചെയ്യുകയാണ്. മലയാള തനിമയുടെ അനുഭവം അല്പമായിട്ടെങ്കിലും അപൂർവമായിട്ടെങ്കിലും ഉണ്ടാവാൻ ആഗ്രഹിച്ച് നോക്കിപ്പാർത്തിരുന്ന ആ ദിവസം എത്താൻ താമസിച്ചു പോയി എന്നതിൻ്റെ കുണ്ഠിതം എൻ്റെ മനസ്സിലുണ്ട്. ആ തനിമ എത്രമാത്രം ആസ്വദിച്ചാലും മതിയാവാത്ത കാര്യങ്ങൾ ഈ കനാനായ സമൂഹത്തിൻ്റെ മുതലായി സ്വന്തമായിട്ട് നിങ്ങൾ കാത്തു സൂക്ഷിക്കുമ്പോൾ അത് വല്ലപ്പോഴുമൊക്കെ പുറത്തെടുത്ത് മറ്റുള്ളവരെ കൂടി അതിൻ്റെ അനുഭവത്തിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവരണം. അത് എത്രമാത്രം ചരിത്രത്തിലും നമ്മുടെ സാമൂഹ്യ പശ്ചാത്തലത്തിലും ആഴ്ന്നിറങ്ങിയിട്ടുള്ള ചില നല്ല നല്ല കലാരൂപങ്ങൾ, നല്ല നല്ല പ്രകടനങ്ങൾ ഈ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ, ഓണത്തിൻ്റെ അവസരത്തിൽ പ്രത്യേകിച്ച് നമ്മൾ അവതരിപ്പിക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടി നമ്മുടെ ഇവിടുത്തെ സാന്നിധ്യം അരക്കിട്ടുറപ്പിക്കുകയാണ്. ഈ അവസരത്തിലെ ഓണാശംസകൾ ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും നേരുന്നു. അതുപോലെ തന്നെ തുടർന്നും നമ്മുടെ പൈതൃകം നമുക്ക് കുഴിച്ചുമൂടാൻ പാടില്ല. അതെന്നും കേടുകൂടാതെ സംരക്ഷിക്കുവാനും വരും തലമുറയ്ക്ക് കൈമാറുവാനും ഉള്ള ബാധ്യത നമുക്കുണ്ട്. അതുകൊണ്ട് ഓണം എത്ര നാൾ കഴിഞ്ഞാലും അതിൻ്റെ ആ സ്മൃതി നമ്മളിൽ നിന്ന് അപ്രത്യക്ഷമാവില്ല. അതുപോലെ തന്നെ നമ്മളുടേതായ തനതായ ഓണത്തോടനുബന്ധിച്ചുള്ള കലാപരിപാടികളും സാംസ്കാരിക പരിപാടികളും. അതുകൊണ്ട് ഈ അവസരത്തിൽ സമയം വൈകിപ്പോയി, അതിന് ക്ഷമ ചോദിക്കുന്നു. അതോടൊപ്പം തന്നെ അഭിവന്യ കമീലോ പിതാവിൻ്റെ പേരിലും വ്യക്തിപരമായ എൻ്റെ പേരിലും ഈ സമൂഹത്തിൻ്റെ ഓണാഘോഷ പരിപാടികൾക്ക് എല്ലാ മംഗളങ്ങളും ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഓണം നമുക്കറിയാം, ജാതി മതഭേദമന്യേ നമ്മളൊക്കെ ആഘോഷിക്കുന്ന ഒന്നാണ്. ഓണത്തിൻ്റെ അവസരത്തിൽ ഒരു സഹോദരൻ എനിക്ക് SMS അയച്ചത് ഇപ്രകാരമാണ്: ഓണം ഓ ഒരുമയുടെ, എൻ നന്മയുടെ, എ ആഘോഷത്തിൻ്റെ, എം മലയാളിയുടെ. ഒരുമയുടെ, നന്മയുടെ, ആഘോഷത്തിൻ്റെ, മലയാളിയുടെ ഒരു വലിയ ആഘോഷമാണ് ഓണം. ഈ അവസരത്തിൽ എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഓണാശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. താങ്ക് യു.